വൈകാതെ മഹാമന്ത്രിയും എന്നെ അനുഗ്രഹിച്ചു അമ്മേ. നന്നായി. പക്ഷേ ഈ അമ്മയ്ക്ക് ഒരു തെറ്റുപറ്റി മോനെ. ഞാൻ പറഞ്ഞതോർത്ത് വിഷമിക്കരുതേ രാജ്ഞി. ngേ എന്താണ് കാര്യം? തെളിച്ചു പറയൂ അമ്മേ. നീ രാജാവാകാൻ ഞാൻ അനുഗ്രഹിച്ചത് എങ്ങനെ നടക്കും? മഹാരാജാവും മന്ത്രിയും ചിരഞ്ജീവികളല്ലേ? അവർ ദിവ്യൗഷധം കഴിച്ച് ദീർഘായുസ് നേടിയവരല്ലേ കുമാരാ. ngേ നിങ്ങൾ പറയുന്നത് സത്യമാണല്ലോ. ആ ദിവ്യ ഔഷധം അവർ മാത്രമേ സേവിച്ചിട്ടുള്ളൂ. കുറച്ചു കാലമെങ്കിലും മഹാരാജാവായിരിക്കാൻ ഇനി എന്താണൊരു വഴി? അതിന് ആദ്യം വേണ്ടത് ആ മഹാമന്ത്രിയെ മാറ്റുകയാണ്. അതെ, കുമാരന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാൻ അത് സഹായിക്കും. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ മഹാരാജാവിൻ്റെ സ്ഥാനവും അച്ഛൻ നൽകും. അതെല്ലാം ശരിയാണ്. പക്ഷേ മഹാമന്ത്രിയെ മാറ്റുന്ന കാര്യം അച്ഛൻ ചിന്തിക്കുക പോലുമില്ല അല്ലേ കുമാരാ? അതെ, അത് നടക്കുന്ന കാര്യമല്ല. നാഗാർജുനനെ അച്ഛൻ മാറ്റുകയില്ല, അത് ഉറപ്പാണ്. നാഗാർജുനന് എന്നും വീട്ടിലെത്തുന്നവരെ സഹായിക്കുന്ന ശീലമുണ്ടായിരുന്നു. പട്ടിണിക്കാരുണ്ടോ? ആരെങ്കിലും ആവശ്യക്കാരുണ്ടോ? തോഴി പറഞ്ഞത് ശരിയാണ്. നാഗാർജുനന്റെ ഈ ശീലം മുതലാക്കണം. വരൂ, അകത്തു വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ചോദിക്കുന്നത് എന്തും തരുന്ന മഹാമനസ്കൻ കൂടിയാണ് മഹാമന്ത്രി. ഹിഹി. പിറ്റേന്ന്. പട്ടിണിക്കാരുണ്ടോ? എന്തെങ്കിലും ആവശ്യക്കാരുണ്ടോ? ഉണ്ട്, ഒരാവശ്യക്കാരനുണ്ട് മഹാമന്ത്രി. ngേ ജീവഹരകുമാരനോ? അങ്ങെന്തിന് ഇങ്ങനെ വന്നു നിന്നു? എന്നെ ഒന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങേക്ക് ആവശ്യമുള്ളത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. അതുപോരാ, അങ്ങയിൽ നിന്ന് നേരിട്ട് വാങ്ങണമെന്നു തോന്നി. അതാ നേരിൽ വന്നത്. ചോദിക്കുന്നതെന്തും തരുമല്ലോ അല്ലേ? എന്തിനു സംശയം കുമാരാ? എങ്കിൽ കേട്ടോളൂ. എനിക്ക് വേണ്ടത് അങ്ങയുടെ ഈ ശിരസാണ്. ngേ ഹ ഹ. എന്താണങ്ങ് ചിരിക്കുന്നത്? എന്നെ കളിയാക്കുകയാണോ? ഒരിക്കലുമില്ല കുമാരാ. ഈ എളിയവന്റെ വെട്ടിയെടുത്ത തല കൊണ്ട് അങ്ങേക്ക് എന്തു ഗുണം എന്നോർത്താണ് ചിരിച്ചുപോയത്. ഉടലിൽ തലയുള്ളപ്പോൾ ഭൂമിയിൽ മനുഷ്യരാൽ സാധ്യമായതെന്തും അങ്ങേക്ക് നേടിത്തരാൻ എനിക്കാകും. പക്ഷേ അങ്ങ് എൻ്റെ തല വെട്ടിയെടുത്താൽ അതുകൊണ്ട് എനിക്കു മാത്രമേ ഗുണം കിട്ടൂ കുമാരാ. ngേ അതെന്തു ഗുണം? അത് മനസ്സിലാക്കാനുള്ള പ്രായം കുമാരനായിട്ടില്ല. അങ്ങേക്ക് വേണ്ടത് എൻ്റെ ഈ ശിരസല്ലേ? മടിക്കേണ്ട, വെട്ടിയെടുത്തോളൂ കുമാരാ. അടുത്ത നിമിഷം ക്ലിം. അയ്യോ, വാൾ കല്ലിൽ കൊണ്ടതുപോലെ ഒടിഞ്ഞല്ലോ. തോഴി പറഞ്ഞതുപോലെ ഒരു വാൾ കൂടി കരുതിയത് നന്നായി. കുറച്ചുകൂടി ആഞ്ഞ് വെട്ടാം. നാഗാർജുന, അങ്ങയുടെ വാക്കിന് മാറ്റമില്ലല്ലോ? ഇല്ല കുമാരാ, ഈ തല ഇനി അങ്ങേക്കുള്ളതാണ്. ഇത് ഉറപ്പുകൂടിയ വാളാണ്. ശക്തി മുഴുവൻ എടുത്ത് വെട്ടാം. പെട്ടെന്ന്. ക്ലിങ്. പിന്നീട് കൊട്ടാരത്തിൽ. മഹാരാജാവ് ക്ഷമിക്കണം. കൊട്ടാരത്തിലെ വാൾ മുഴുവൻ കൊടുത്തയക്കാൻ യുവരാജാവ് കൽപ്പിച്ചു. ngേ വാളുകളോ? അതെന്തിന്? കുമാരൻ എവിടെ? യുവരാജാവ് മഹാമന്ത്രിയുടെ മാളികയിലുണ്ട് പ്രഭോ. അവിടെ വാളുകൾ കൊണ്ടെന്തു കാര്യം? ക്ഷമിക്കണം, അതുണർത്തിക്കരുതെന്നും യുവരാജാവിൻ്റെ കൽപ്പനയുണ്ടേ. ngേ വൈകാതെ രഥം മഹാമന്ത്രിയുടെ മാളികയിലേക്ക് കുതിക്കട്ടെ. ഈ സമയം. കുമാരാ, വാളുകൾ തീർന്നോ? ഇല്ല, ഇനിയും കൊണ്ടുവരാൻ ആൾ പോയിട്ടുണ്ട്. അതാ അവരെത്തി. കൊട്ടാരത്തിലെ ഏറ്റവും ഉറപ്പും ബലവുമുള്ള വാളാണിത് കുമാരാ. കൊള്ളാം, വേഗം തരൂ. ngേ രഥം ഉരുണ്ടുവരുന്ന ശബ്ദം. അതിങ്ങ് അടുത്തെത്തിയല്ലോ. പെട്ടെന്ന്. കുമാരാ, എന്താണവിടെ? മഹാരാജാവേ. അയ്യോ അച്ഛൻ. പ്രഭോ, ഞാൻ അങ്ങയെ അവസാനമായി ഒന്ന് കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. മഹാമന്ത്രി, അങ്ങ് എന്താണീ പറയുന്നത്?
നാഗാർജുനൻ നടന്നതെല്ലാം പറഞ്ഞു. കുമാര, ഭഗവാൻ ശ്രീബുദ്ധന്റെ അംശാവതാരമാണ് ഈ നാഗാർജുനൻ. ഇതെന്റെ 100ാമത്തെ ജന്മമാണ് പ്രഭു. കഴിഞ്ഞ 99 ജന്മത്തിലും ശിരസ് ദാനം ചെയ്തവനാണ് ഞാൻ. ഈ ജന്മത്തിലും അതുതന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ അതിനു സമയമായിരിക്കുന്നു. ഈ വിധി ആർക്കും തടയാനാവില്ല പ്രഭോ. നാഗാർജുന, അങ്ങ് ക്ഷമിക്കണം പ്രഭോ. അങ്ങ് കുമാരനെ തടയരുതേ. കുമാര, അങ്ങയുടെ ഏതെങ്കിലും ഒരു വാൾ ഇങ്ങു തരൂ. ഇതാ, ഇതെന്തിനാണ് മഹാമന്ത്രി? ഈ മരുന്ന് അതിലൊന്ന് പുരട്ടണം. ഞാൻ ഉണ്ടാക്കി സേവിച്ചിട്ടുള്ള രസായനങ്ങളുടെ ശക്തി ഈ ശരീരം മുഴുവനുമുണ്ട്. അതുള്ളിടത്തോളം കാലം ആർക്കും ഈ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനാവില്ല. വാളിൽ ഈ മരുന്ന് പുരട്ടിയാൽ ആ ശക്തിയെ ഭേദിക്കാൻ കഴിയും. മഹാമന്ത്രി, അങ്ങ് ഈ ചെയ്യുന്നത് എൻ്റെ വാക്ക് പാലിക്കാൻ. ഇനി വാൾ കൊണ്ട് അങ്ങേക്ക് എൻ്റെ ശിരസ് വെട്ടിയെടുക്കാം. ഇതാ, ഇത് പിടിക്കൂ. എന്നിട്ട് അങ്ങ് ആവശ്യപ്പെട്ട ഈ ശിരസ് വെട്ടിയെടുത്തുകൊള്ളൂ. വേഗം. കുമാരാ, മോനെ. മഹാരാജാവേ, ഈ ശിരസ് വീഴുന്നത് കാണാൻ കരുത്തില്ലെങ്കിൽ പോകൂ. കൊട്ടാരത്തിലേക്ക് പോകൂ. ഇല്ല, അങ്ങില്ലാത്ത ആ കൊട്ടാരത്തിലേക്ക് ഇനി ഞാനില്ല. വൈകാതെ. ഡിം. അമ്മയും തോഴിയും പറഞ്ഞതുപോലെ ഇനി കൊട്ടാരത്തിലേക്ക് ചെല്ലാം. വൈകാതെ. യുവരാജാവ് എഴുന്നള്ളുന്നു. യുവരാജാവല്ല, മഹാരാജാവ്. ഈ സമയം കൊട്ടാരത്തിൽ. മഹാറാണി, എങ്ങനെയുണ്ട് ഈ തോഴിയുടെ പദ്ധതികൾ? കുമാരൻ മഹാരാജാവായി. പക്ഷേ അവൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവ്, അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും. എനിക്കത് ഓർക്കാൻ വയ്യ. ഞാനും അദ്ദേഹത്തെ തിരക്കി പോകുകയാണ്. മഹാരാജാവില്ലാത്ത കൊട്ടാരം എനിക്കും വേണ്ട. മഹാറാണി, അതാ കുമാരൻ വരുന്നു. വേണ്ട, എനിക്കവനെ കാണേണ്ട. മഹാരാജാവായി അവൻ വാഴട്ടെ. അമ്മേ. മഹാറാണി. അധികാരമോഹത്തിൽ മതിമറന്ന ജീവഹരൻ മഹാരാജാവായി. ചിരായുസ് രാജ്യം ഈ ജീവഹരൻ ഒരു മഹാസാമ്രാജ്യമാക്കും. പ്രഭോ, അപകടം! നാഗാർജുനന്റെ മകൻ പ്രതികാരവുമായി എത്തിയിരിക്കുന്നു. അച്ഛൻ്റെ ഘാതക, നിന്റെ ശിരസ് എനിക്ക് വേണം. അച്ഛൻ്റെ മഹാമന്ത്രിസ്ഥാനം അങ്ങേക്കു തരാം. എന്നിട്ട് നമുക്കീ ചിരായുസ് രാജ്യം ഭരിക്കാം. വാൾ ഉപേക്ഷിച്ചിട്ട് വരൂ. അച്ഛനെ ഇല്ലാതാക്കി അധികാരത്തിലേറാൻ തന്നെ പോലെ നികൃഷ്ടനല്ല ഞാൻ. അച്ഛൻ്റെ കൊലയാളിയെ ഞാൻ വകവരുത്തും. അടുത്ത നിമിഷം. അച്ഛാ, ലോകർക്ക് മുഴുവൻ നന്മ വരാൻ ആഗ്രഹിച്ചവനാണ് അങ്ങ്. അങ്ങയെ വധിച്ചവൻ്റെ കഥ ഞാനിതാ തീർത്തിരിക്കുന്നു. തെറ്റാണെങ്കിൽ പൊറുക്കണേ. പിന്നീട് കുമാരനെ വധിച്ച് മഹാമന്ത്രിയുടെ പുത്രൻ സ്ഥലം വിട്ടു. ഇനി ചിരായുസ് രാജ്യം ആരു ഭരിക്കും രാജഗുരു? ആരും വിഷമിക്കേണ്ട. അതിന് ഏറ്റവും പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിരായുസ് രാജാവിന് രണ്ടാമതൊരു രാജ്ഞി കൂടിയുണ്ടായിരുന്നു. അവരുടെ മകൻ ശതായുസ് ആണ് ഇദ്ദേഹം. ചിരായുസ് രാജാവിനെ പോലെ ശാന്തനും നല്ലവനുമാണ്. ശതായുസ് രാജാവ് നീണാൾ വാഴട്ടെ. എൻ്റെ പ്രിയ പിതാവായ ചിരായുസ് രാജാവേ, മഹാമന്ത്രി നാഗാർജുന, എനിക്ക് കരുത്ത് പകരണേ.